ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യരും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടുന്നതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകും. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. യഹൂദന്മാരെ ബുദ്ധിജീവികളായും വലിയ കഴിവുള്ളവരായും ലോകത്തിലെ ഏതു സ്ഥലത്തും ഏതു സാഹചര്യത്തിലും അവർക്ക് എന്തും നേടാൻ കഴിവുള്ളവരായിട്ടൊക്കെയും ലോകത്തിൽ അനേകർ ചിന്തിക്കുമ്പോൾ യഹൂദന്മാരുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചിവിടെ അവരിൽ നിന്നുള്ള അപ്പോസ്തലനായ പൗലോസ് പറയുക, യഹൂദന്മാർക്ക് ഭൗതികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ കഴിവുള്ളവരാണ്. എന്നാൽ അവരുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഇവിടെ 5 കാര്യങ്ങളാണ് അവർക്ക് സംഭവിച്ച പരാജയം. 1, യേശു കർത്താവിനെ കൊന്നു. 2, സ്വന്തം പ്രവാചകന്മാരെ കൊന്നു. 3, പൗലോസിനെയും കൂടെയുള്ളവരെയും സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഓടിച്ചു കളഞ്ഞു. 4, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാണ്. 5, സകല മനുഷ്യർക്കും വിരോധികളാണ്. 6-മതൊരു കാര്യം കൂടെ അവരെക്കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ ജാതിയിൽ രക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് അവരുടെ സുവിശേഷം പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. ഇങ്ങനെ 6 പാപങ്ങളാണ് അവരെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ ലോകത്തിന് വെളിച്ചമായിട്ട് വേർതിരിച്ചതാണ്. നമ്മൾ ഉൽപ്പത്തി 12:1 മുതൽ 3 വരെയും 22:18 വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിലൂടെ ഇസ്രായേൽ ജനത്തെ തൻ്റെ സാക്ഷികളാക്കി ലോകത്തിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് വിളിച്ചത്. മാത്രമല്ല, ഇസ്രായേലിൽ ദൈവം വാഗ്ദത്തങ്ങൾ നൽകി, ഉടമ്പടി നൽകി. ദൈവവചനം ഇസ്രായേൽ ജനത്തിലൂടെയാണ് ലോകത്തിൽ ലഭിച്ചത്. യേശു ക്രിസ്തു എന്ന രക്ഷിതാവും ഈ ലോകത്തിലേക്ക് വന്നത് യഹൂദനിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, രക്ഷ യഹൂദരിൽ നിന്നാണ്. അങ്ങനെ അനേക നന്മകൾ പറയാൻ കഴിയും. കൂടാതെ ആദ്യ ക്രിസ്ത്യാനികൾ യഹൂദന്മാരായിരുന്നു. ഏറ്റവും വലിയ ക്രിസ്തീയ മിഷണറി ആയിരുന്ന പൗലോസും യഹൂദനായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാർ യേശുക്രിസ്തുവിനെ ഔദ്യോഗികമായി തിരസ്കരിക്കുകയും യേശു കർത്താവിൻ്റെ അനുയായികളെ പീഡിപ്പിക്കുകയും ചെയ്തു? ഒരു പ്രധാനപ്പെട്ട കാരണം, അവര് തങ്ങളുടെ പിതാക്കന്മാരുടെ പാപത്തെ പൂരിപ്പിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാരെ, പ്രവാചകന്മാരെ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് വളരെ മുമ്പ് തന്നെ പീഡിപ്പിച്ചു. കർത്താവ് ആ കാര്യം മത്തായി 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ
പറയുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്വന്തം പ്രവാചകന്മാരും അവരെ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ശിഷ്യന്മാർ പറയുകയാണ്, യഹൂദന്മാർ അവരുടെ പ്രവാചകന്മാരെ എല്ലാം ഉപദ്രവിച്ചു. നമുക്കറിയാം, യിരെമ്യാവിനെ പിടിച്ച് അവർ കുഴിയിലിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ യാഗപീഠത്തിന് മധ്യേ കൊല്ലപ്പെട്ട സക്കറിയാവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മാത്രമല്ല, ദൈവത്തിൻ്റെ സത്യം അവർ തിരസ്കരിച്ചിട്ട് മാനുഷനിർമ്മിതമായ പാരമ്പര്യങ്ങളിലേക്ക് അവർ മാറിയെന്ന് കർത്താവ് പറയുന്നത് മർക്കോസ് 7:1-8 വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. കർത്താവ് ലൂക്കോസ് 20:9-19 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉപമ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പാപകരമായ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയെന്ന് പറയുന്നത്, ഇസ്രായേൽ ജനം ഇങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ പാപത്തെ അവർ പൂരിപ്പിക്കുകയാണ്. അവർ തങ്ങൾക്ക് തന്നെ ദൈവത്തിൻ്റെ കോപം, ന്യായവിധി അവർ ചലതിച്ചു വെക്കുകയാണ്, കൂട്ടിവെക്കുകയാണ്. കർത്താവ് ഇക്കാര്യം പരീശന്മാരോട് പറയും. നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൽ 22-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് ഇക്കാര്യം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ അബ്രഹാമിൻ്റെ ദൈവം ഇസ്ഹാക്കിൻ്റെ ദൈവവുമാണ് എന്നവിടെ പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം അബ്രഹാമിലും ഇസ്ഹാക്കിലും ഒക്കെ പുഴുന്നുണ്ടെങ്കിലും അവര് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 23-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കാര്യം പറയും നമുക്ക് കാണുവാൻ സാധിക്കും. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പ്രവാചകന്മാരുടെ കൊന്നവരുടെ മക്കളെന്ന് നിങ്ങളെ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. അവരുടെ പിതാക്കന്മാർ കൊന്ന പ്രവാചകന്മാരുടെ കല്ലറുകളെ പണിതും നീതിമാന്മാരുടെ കല്ലറുകളെ അലങ്കരിച്ചുമൊക്കെ അവർ പറയുന്ന ഒരു കാര്യം, അവർ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് കർത്താവിനോടുള്ള ബന്ധത്തിലും അവർ ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നു. പാലസ്തീനിലെ റോമൻ ഭരണകാലത്ത് അവർക്ക് അനവധി കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. എന്നാൽ ഏറ്റവും വലിയ ന്യായവിധി എന്നുള്ളത് AD 70 റോമൻ സൈന്യം വന്ന് യെരുശലേം നഗരം അതിനെ വിരോധിച്ച് ആ നഗരത്തെ തകർത്ത്, ദൈവാലയം തകർത്ത് തരിപ്പണമാക്കി, ദൈവത്തിൻ്റെ പുത്രനെ വേണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ശിക്ഷ അവരനുഭവിക്കാൻ ലോകത്തിൻ്റെ 5 വൻകരകളിലേക്ക് അവർ ചിതറിപ്പോയി. അവിടെയെല്ലാം വലിയ പീഡനത്തിലൂടെ അവർ കടന്നു പോവാൻ ഇടയായി. ഇങ്ങനെ യഹൂദന്മാർ പീഡിപ്പിച്ച് യഹൂദന്മാരുടെ പാപത്തെ ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ പാപത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രസ്താവന നാം മനസ്സിലാക്കേണ്ടത്, പാപത്തിൽ തുടരുകയാണെങ്കിൽ പാപത്തിൻ്റെ അളവ് വർദ്ധിച്ചു വരും എന്നാണ്. അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ തുടർന്നുള്ള പ്രശ്നം അതാണ്. പാപത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. അതിൻ്റെ ഫലം എന്താണ്? ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ദൈവക്രോധം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. പാപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ കോപവും ക്രോധവും വർദ്ധിക്കും എന്നുള്ള ഭയങ്കരമായ മുന്നറിയിപ്പ് നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപത്തെ വിട്ടോടുവാനും യഹൂദന്മാരിൽ നിന്ന് നമ്മൾ ലഭിച്ച ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ സേവിപ്പാനും
ദൈവത്തിന് പ്രസാദകരമായ ജീവൻ നയിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.